ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേര് ഞാൻ പറയില്ല. അപ്പോൾ അവനോട് ഒരു ദിവസം പണിക്ക് പോകുമ്പോൾ കോട്ടപ്പുറം ഭാഗത്താണ് പണിയുള്ളത് കുലിക്കിലാട് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കുഴൽക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പണിക്ക് പോയിട്ട് ഇവരെന്താ കാട്ടിക്കണ അറിയോ? സത്യത്തിൽ കുഴൽക്കിണർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ മുമ്പേ തന്നെ ഓന് പണിക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഓനത് മറന്നിക്കണു. ആ ഒരു വഴിക്ക് നമ്മൾ വേറെ സൈറ്റിലേക്ക് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഓന് ആ കാര്യം മറന്നിക്കണു. എന്നിട്ട് പിന്നെ എന്താ കാണിച്ചറിയോ? പിന്നെ കാണിച്ചെന്താ വെച്ചാൽ ഓന് കുഴൽക്കിണർ തിരഞ്ഞു നടന്നിക്കണു. ഓൻ്റെ കണക്കിൽ കുഴൽക്കിണർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരല്ല. കുഴൽക്കിണർ എവിടെയാണ് ഉള്ളത് അവിടെയാണ് കുഴൽക്കിണർ എന്നാണ് ഓൻ്റെ കണക്കിൽ കരുതിക്കണത്. ഏത് കണക്ക് കൂട്ടിക്കണത്. ഇങ്ങോട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഈ കുഴൽക്കിണറിൻ്റെ അവിടെ തിരിയുമ്പോൾ ഇടത് ഭാഗത്ത് ഒരു കട ഉണ്ട്. അതിൽ പലചരക്ക്, ബേക്കറി, ചായ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചായ കുടിച്ചിരിക്കുമ്പോൾ ഇവനെ കാണാല്ല. ഏകദേശം സമയം ഇങ്ങനെ പണിക്ക് പോകേണ്ട സമയം ആയി തുടങ്ങിക്കണു. ഇവനെ കാണാനിട്ട് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ഇവന് കുഴൽക്കിണറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ആര്? നമ്മുടെ ചങ്ങായി കുഴൽക്കിണറിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുഴൽക്കിണറിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഇജ്ജ് എവിടെ? അപ്പോൾ കുഴൽക്കിണർ എവിടെയാണ് നിന്നോട് വീണ്ടും ഓന്? കുഴൽക്കിണർ എന്ന് പറഞ്ഞാൽ മേപ്പാറപ്പള്ളിൻ്റെ തൊട്ടിപ്പുറത്ത് സ്റ്റോപ്പാണ് കുഴൽക്കിണർ. ഇജ്ജ് എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മേപ്പാറപ്പള്ളി കുലിക്കിലാട് കഴിഞ്ഞിട്ട് കുഴൽക്കിണർ കഴിഞ്ഞിട്ട് മേപ്പാറപ്പള്ളി കഴിഞ്ഞിട്ടാണ് 16. അപ്പോൾ ഇവരെന്താ കാട്ടിക്കണേ? കുഴൽക്കിണർ കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പിൽ 16 പോയി നിൽക്കുന്നു. 16 എന്ന് പറയുന്ന സ്ഥലവും ഒരു സ്ഥലപ്പേരാണ്. 16 അതിൻ്റെ എങ്ങനെ ഈ സ്ഥലപ്പേരുണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. ആ 16 പോയിട്ട് എന്ത് ചെയ്തിരിക്കണു? ഇപ്പം നിന്നിക്കണു. അപ്പോൾ അവിടെ കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഒരു കുഴൽക്കിണറുണ്ട്. ഇവൻ ഇവിടുത്തെ ഒരു കുഴൽക്കിണർ കണ്ടിട്ടില്ല. ഇത് കുറേ പൈൻ്റൊക്കെ അടിച്ചിട്ട് അവിടെ കുറേ പൊന്തിയും പിന്നെ വേലിച്ചെടിയൊക്കെ പാടെ വളർന്നുങ്ങാണ്ട് ഈ ഒരു കുഴൽക്കിണർ അവൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കുഴൽക്കിണർ എന്ന് പറയുന്ന സ്ഥലത്തെ കുഴൽക്കിണർ അവൻ കണ്ടിട്ടില്ല. അവൻ കണ്ടിരിക്കണത് കുഴൽക്കിണർ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റോപ്പ് മേപ്പാറപ്പള്ളിയും കഴിഞ്ഞിട്ട് പിന്നെയാണ് 16 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഴൽക്കിണറുണ്ട്. അതാകപ്പാടെ കുഴൽക്കിണർ ഒരുപാട് കാലമായിട്ട് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. അത് റോഡ് സൈഡ് തന്നെയാണുള്ളത്. അപ്പോൾ എന്നോട് പറയാണ്, കുഴൽക്കിണറിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു. എവിടെ കുഴൽക്കിണർ ചോദിച്ചു. അപ്പോൾ ഇജ്ജ് എവിടെ ഇറങ്ങിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ ഇതാ അവിടെ 16 ഒരു കുഴൽക്കിണറുണ്ട് ഇവിടെ, അവിടെ ഇറങ്ങിക്കണേ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ തുണക്കാരന്മാർ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റം പറയല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. അതാണ്, അതൊക്കെ ഒരു കാലം.